നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ കലാലയ രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുത്തിയ ഒരാൾ ചങ്ങനാശ്ശേരിയിലുണ്ട്. 1986 MG യൂണിവേഴ്സിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പരാജയപ്പെടുത്തിയ KSC സ്ഥാനാർത്ഥിയായ VJ ലാലി 4 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ലാലിയുടെയും സതീശന്റെയും സൗഹൃദം ഇപ്പോഴും ദൃഢമായി തുടരുകയാണ്. 1986 നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ MG യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായി മാറുന്നത്. അന്ന് വി ഡി സതീശനെതിരെ മത്സരിച്ച ഒരാൾ എനിക്കിപ്പമുണ്ട്. VJ ലാലി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അംഗമാണ്, ഉന്നതാധികാര സമിതി അംഗമാണ്. മുഖ്യമന്ത്രിയായി സതീശൻ മാറിയതിൽ സന്തോഷമേ നമുക്കുള്ളൂ. കാരണം ഞങ്ങളന്ന് മത്സരിച്ചതാണെങ്കിലും ആ മത്സര കാര്യം എപ്പോഴും അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട്. ആ സൗഹൃദം, ആ ക്യാമ്പസ് സൗഹൃദം ഇപ്പോഴും അദ്ദേഹം നിലനിർത്താറുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആ യൂണിവേഴ്സിറ്റി ഉണ്ടായ വർഷം സതീശൻ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. KSCയുടെ ആൻ്റണി M. ജോൺ ചെയർമാനാവുന്നു. അതിൻ്റെ പിറ്റേ വർഷമാണ് KSCയുടെ പ്രതിനിധിയായി ഞാൻ വരുന്നു. KSUവിൻ്റെ പ്രതിനിധിയായി അന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സതീശൻ മത്സരിക്കുന്നു. അന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം സതീശൻ ചെയർമാനായിരുന്ന സമയത്ത് വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, വിദ്യാർത്ഥികൾക്ക് ആകമാനം പ്രയോജനപ്രദമായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കേരയിൽ വിരുദ്ധ സമരത്തിൽ മാടപ്പള്ളിയിൽ പോലീസിൻ്റെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടന്നപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് നിയമസഭ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നിയമസഭ നിർത്തിവെച്ച സമയത്ത് അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു നേതാവ് വിളിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ സതീശൻ വിളിക്കുകയാണ്. എന്തൊക്കെയാണ് പരിക്ക്, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ. അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ നിയമസഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അതാണ് ആ സമരത്തിന് ശക്തി പകരം. പിറ്റേ ദിവസം അതിരാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുമ്പോൾ അതിരാവിലെ വന്നത് ആർച്ച് ബിഷപ്പായിരുന്നു. ആർച്ച് ബിഷപ്പിൻ്റെ പുറകെ കയറി വരുന്നത് സതീശനാണ് കാണാനായിട്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണമൊക്കെ ഓർമ്മയുണ്ടോ? 121 കൗൺസിലർമാരാണുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. 121 കൗൺസിലർമാർ. ആ കൗൺസിലർമാരിൽ രാഷ്ട്രീയമില്ലാത്ത ആളുകളെന്ന് പറയാവുന്നത് പെൺകുട്ടികളുടെ ക്യാമ്പസുകളിലാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്ത പെൺകുട്ടികൾ ജയിച്ചു വരുന്നത്. അവരെ ഏത് പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ആകെപ്പാടെയുള്ള ഒരു ഇലക്ഷൻ തന്ത്രം. അവരെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ ഇലക്ഷൻ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പ്രതിസന്ധി ഉണ്ടായ സമയത്തും സതീശൻ ഒറ്റയ്ക്ക് മുഴുവൻ സമയം വീട്ടിലിരിക്കുന്ന 2.5 ദിവസത്തോളം ദേശത്തെ വീട്ടിൽ തന്നെ ഇരുന്നു. ഉറപ്പായും മുഖ്യമന്ത്രി ആകുമെന്നുള്ളൊരു വിചാരം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സതീശനൊരു സംശയവും ഉണ്ടായതായിട്ട് തോന്നുന്നേ ഇല്ലായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. എന്തായാലും അന്ന് പരാജയപ്പെടുത്തിയെങ്കിലും വിജയലാലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന വി ഡി സതീശൻ. കോട്ടയത്ത് നിന്ന് ജബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.